എപ്പോഴും നല്ല എനർജി വേണം. നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയാൽ എന്താണ് നമ്മുടെ മനസ്സങ്ങനെ ഇപ്പോൾ മനസ്സിന് നല്ല ഉണർവ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കണം, വേണ്ടേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് കൈയടിച്ച് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ അതിലൊരു ശാസ്ത്രം കൂടെ ഉണ്ട്. നമ്മൾ കൈയടിക്കുന്ന സമയത്ത് നമുക്ക് എനർജി പാസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ ഓർഗൻസും നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള എല്ലാ അവയവങ്ങളുടെയും ഒരു പോർഷൻ നമ്മുടെ കൈയിനടിയിലുണ്ട്. അപ്പൊ നമ്മൾ കൈയടിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗൻസും നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളും എനർജറ്റിക് ആയിരിക്കണം, സന്തോഷത്തോടെയായിരിക്കണം. എന്ത് ദുഃഖവും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞിട്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കുക. നമ്മുടെ രോഗങ്ങൾ വരെ ഒരു മരുന്നും ഇല്ലാതെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ റിലാക്സേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ഒരു മരുന്ന് കൂടാതെ നമ്മുടെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു ടോപ്പിക്കാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയെടുത്ത് അതിൽ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പല രോഗങ്ങളെയും മാറ്റിയെടുക്കാനും നമ്മുടെ ടെൻഷനെ സ്ട്രെസ്സുകളൊക്കെ മാറ്റിയെടുക്കാനും ഇത് മാത്രമല്ല, മറ്റൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല, ടെൻഷനില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ടെൻഷനും പ്രയാസങ്ങളിലും അവൻ മരിച്ചു, അതാണ് അർത്ഥം, അല്ലേ? മനുഷ്യന് പ്രയാസങ്ങളില്ലെങ്കിൽ അവൻ മരിച്ചു. എന്നും പ്രയാസം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു വെല്ലുവിളി മുന്നിലുണ്ടെങ്കിൽ നമുക്ക് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടും. വെല്ലുവിളി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യന്മാരായി മാറും. അതുകൊണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാ ആളുകളെയും ജീവിതത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെല്ലാം അതിജീവിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കഴിവുകൾ കഴിയും, എല്ലാവർക്കും ഒരേ കഴിവുകളല്ലോ. അപ്പൊ നമ്മുടെ കഴിവുകൾ അതിന് വേണ്ട രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാൻ, ജീവിതത്തിൽ വിജയം നേടാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സിന്റെ പവറാണ്. ആ പവറിലേക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അല്ലേ? ഓക്കെ. അപ്പോ കൈയടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈയടിക്കുന്നത് എന്തിനാണ് കൈയടിക്കാൻ പറഞ്ഞത്? പറയൂ. ഞാൻ ക്ലാസ്സിലൊക്കെ നമ്മുടെ ചർച്ച പോലെയാണ്. നിങ്ങൾക്ക് പറയാം, അഭിപ്രായങ്ങൾ പറയാം, അങ്ങനെയാണല്ലോ ഇതൊക്കെ. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? കൈയടിക്കാൻ പറഞ്ഞ എന്തിനായിരുന്നു? അത് പറഞ്ഞില്ല. നമ്മുടെ കൈയിൻ്റെ അടിയിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള അവയവങ്ങളുടെ ഒരു പോർഷൻ പോകുന്നത് കണക്റ്റഡാണ് എല്ലാം പരസ്പരം. അപ്പൊ ഇത് നമ്മൾ എനർജി കൊടുക്കണം. ഈ കൈ അടിക്കുമ്പോൾ ഈ അവയവങ്ങൾക്ക് നല്ല എനർജി കിട്ടും. അപ്പൊ എടുത്ത് വെറുതെ കൈ എടുക്കോ, നല്ലതാ. നിങ്ങൾക്ക് വേണ്ടി ഈ കൈ വേണ്ടിയിട്ടാണ്. അപ്പോ ഞാൻ ചെറിയ ഒരു മെന്റലിസം നിലനിൽക്കുകയാണ്. എനിക്കൊരു ഹാപ്പി വരാൻ പാടില്ല, നിങ്ങൾക്ക് സന്തോഷമാവട്ടെ. അപ്പോ ഈ കലാകാരങ്ങളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും, ഇല്ലേ? അപ്പൊ എന്താ ഞാൻ കാണിക്കുന്നത്? നിങ്ങൾ പറയാൻ ഞാൻ ഈ പേപ്പർ ഇതിന് ഞാൻ കാട്ടി പീസാക്കാൻ പോവാണ്. സഹായിക്കാൻ 4 ആളുകളാണ്. ആരാണ്? 4 ആളുകളാണ്. എഴുതാൻ അറിയുന്നവരാണ്. ആരവരെ? 4 പേര്. ഓക്കെ, 4 പേര്. 4 പേര്. എഴുതാൻ അറിയുന്നവരായിരിക്കും കേട്ടോ. നിങ്ങൾ 4 പേരും വെട്ടി നിൽക്കാം, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നിൽക്കാം. ഓക്കെ, ഞാൻ ഈ 4 പേരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം
ഏതും ആവാം. നിങ്ങൾ കഴിക്കുന്ന ഏത് ഭക്ഷണം കഴിക്കാത്ത ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ പേര് അതിൽ എഴുതുക. എന്നിട്ട് 4 മടക്കുക, കയ്യിൽ വെക്കുക. എന്നെ തീരെ കാണിക്കരുത്. നിങ്ങൾ എന്താ എഴുതുന്നത്? ഞാൻ ശ്രമിച്ചു നോക്കാവേ. ഇങ്ങനെയാണ്. ഒരു പക്ഷേ ശരിയാവാം, തെറ്റാവാം. ഒന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ പേര് അതിൽ എഴുതുക. 4 പേര് നിങ്ങൾ എഴുതിയതിന് ശേഷം എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ചോറാണ് ഇഷ്ടമല്ലേ? ബാക്കിയുള്ള എല്ലാവരും ബിരിയാണി. ആദ്യം ഞാനത് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും ബിരിയാണിയാണ് ഇഷ്ടം. കഴിക്കൂലല്ലേ? ആയിക്കോട്ടെ, നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. ഇത് നോക്കിക്കോളൂ നിങ്ങൾ. ഇതിന്റെ നോക്കുക. ഇതിന്റെ വ്യത്യസ്ത പേരുകളാണുള്ളത്. കണ്ടല്ലോ? ഓക്കെ അല്ലേ? വ്യത്യാസമല്ലേ? ഇല്ല, പ്രേമലതാണ് കണ്ടിട്ടുള്ളതാ. വ്യത്യസ്ത പേരുകളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങള് ഞാനിതിൽ കാണിക്കാം. നിങ്ങൾക്ക് 4 പേര് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇതിങ്ങനെ തുറന്ന് നോക്കുക. ജസ്റ്റ് എവിടെ വേണമെങ്കിൽ തുറക്കാം. തുറന്ന് നോക്കുക. ജസ്റ്റ് തുറന്ന് നോക്കുക. ആ പേര് കണ്ടാൽ കാണിക്കാം. പേര് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ആരും പരസ്പരം പറയുന്നത് എന്നോട് ഇതേ കാണിക്കും. അല്ലേ? പിന്നെ സംശയം തോന്നുന്നു. പേര് ഒരു പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത് പേരില്ലേ? നിങ്ങൾ കണ്ടോ? ഇത് പേരുണ്ടോ? പേരിൽ വ്യത്യസ്തമാണോ? പേരിൽ വ്യത്യസ്തമാണോ? ആണോ? പേരല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പേര്, ഒരു പേര് അവർ പേര് കണ്ട് ഓർമ്മിച്ചു മറ്റൊരാളെ കാണി. ഇതിൻ്റെ നോക്കരുത്. അവർ കണ്ട് കണ്ടോ? ഓക്കെ, ഞാൻ ഇവിടുന്ന് പേര് പറയും. പേര് പറഞ്ഞാൽ നിങ്ങളുടെ പേര് അതിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നേരെ പോയി ചിന്തിക്കാൻ പേര് വേറെ ഒന്നും. ആ പേരും ഞാൻ പേര് പറയാം. പേര് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ കണ്ട ആളുണ്ടെങ്കിൽ ഓക്കെ ഉപയോഗിക്കാം. ഒരുമിച്ച് പോയാൽ മതി. മെസ്സി, ഷാരൂഖ് ഖാൻ, ജയസൂര്യ, റൊണാൾഡോ,